ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വിഷയത്തെ കുറിച്ച് പറയാനാണ്. ഇപ്പം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ നമ്മുടെ കറുത്ത കുട്ടികൾ മോഹിനിയാട്ടം മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊരു വിഷയമായിട്ട് കുറച്ച് ചർച്ചകൾ കാണുന്നല്ലോ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള ടീച്ചർ കുറച്ച് പ്രായമുണ്ട്. ഞങ്ങളുടെയൊക്കെ അമ്മയുടെ പ്രായം അല്ലേ, അമ്മയുടെയൊക്കെ പ്രായം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ടീച്ചറെ കുറിച്ച് പറയാനുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ടീച്ചർ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ നല്ലോണം വിഷമിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ അതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുന്നിൽ കല അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല. പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ മോൾ മത്സരത്തിന് പോകണ്ട, പഠിച്ച നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല. മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്. ഇപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് മീഡിയക്കാരുടെ ചോദ്യത്തിന് ടീച്ചർ പറഞ്ഞത്, കറുത്ത കുട്ടികളെ ടീച്ചർ മോഹിനിയാട്ടം പഠിപ്പിക്കില്ല ചോദിച്ചു. അപ്പൊ ടീച്ചർ അതിന് പറഞ്ഞ മറുപടി, ഞാൻ അവരെ പഠിപ്പിക്കും, പക്ഷെ മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാൻ സമ്മതിക്കില്ല പങ്കെടുക്കണ്ടെന്ന് പറയുന്നു. എന്ത് മറുപടി ടീച്ചർ ഇതിലൊക്കെ പറയണത്? അവർക്ക് വേണമെങ്കിൽ അമ്പലങ്ങളിലോ അങ്ങനെയുള്ള സ്റ്റേജുകളിലോ കളിക്കാന്ന്, മത്സരത്തിൽ പങ്കെടുക്കണ്ടെന്ന് പറയും എന്നാണ് അതിൽ. ഇങ്ങനെയൊക്കെ ആ കുട്ടികളോട് പറയുമ്പോ ആ കുട്ടികളുടെ മാനസികാവസ്ഥ ടീച്ചർ ഒന്ന് ചിന്തിക്കുന്നുണ്ടോ, ഒന്ന് ഓർക്കുന്നുണ്ടോ? എന്ത് മാത്രം വിഷമം ഉണ്ടായിരിക്കും അവരുടെ മനസ്സിലൊക്കെ. കളറിന്റെ പേരിലൊക്കെ ഈ ഒരു എന്താ പറയാ, ഒരു മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുമ്പോ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണത്. ഇപ്പൊ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചറുടെ മനസ്സിൽ എന്താ? കളറാണോ സൗന്ദര്യം? അല്ല, കളറല്ല സൗന്ദര്യം. ഇപ്പൊ ടീച്ചർ കുറച്ച് കളറും സൗന്ദര്യം ഉണ്ടെന്നാണ് ടീച്ചർ ധാരണ. പക്ഷെ ടീച്ചർ ചിലപ്പോൾ കളർ ഉണ്ടാവായിരിക്കാം. പക്ഷെ ടീച്ചർ ഈ ചാനലിൽ, ഈ യൂട്യൂബ് ചാനലിലും അതുപോലെ ഈ മറ്റേ മീഡിയകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള മോശപ്പെട്ട വർത്തമാനം പറയുമ്പോൾ ടീച്ചറുടെ മുഖത്ത് ഒരു സൗന്ദര്യം ഞങ്ങൾ കാണുന്നില്ല. ഇത് ഈ വീഡിയോ കാണുന്നവർ പറയാം, നിങ്ങൾ കാണുന്നുണ്ടോ ടീച്ചറുടെ മുഖത്ത് സൗന്ദര്യം? ഇല്ല. അപ്പൊ കളറല്ല സൗന്ദര്യം. സൗന്ദര്യം എന്നത് നമ്മുടെ മനസ്സും അതുപോലെ നമ്മുടെ പ്രവൃത്തിയും ആണ് അല്ലെ. കഴിവാണ് എല്ലാത്തിനും ഉപരി കഴിവാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത്. അല്ലാതെ കളറും ഇതൊന്നും ഭംഗിയൊന്നല്ല. കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ഇപ്പൊ കുറെ കളറും ഭംഗിയൊക്കെ ഉണ്ടായിട്ട് മോഹിനിയാട്ടം അറിയില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. കഴിവിന് മാത്രമാണ് പ്രാധാന്യം ഈ ലോകത്ത്. ഇപ്പൊ അങ്ങനെ നമ്മൾ മാറ്റി നിർത്തുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങളും ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ കറുത്തിട്ട് തന്നെയാണ്, മനസ്സിലായോ? ആശാനൊക്കെ പണ്ട് ഡാൻസ് പഠിക്കാനും പാട്ട് പഠിക്കാനും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഒന്നും പറ്റിയില്ല. ഭയങ്കര ആഗ്രഹം. സ്റ്റേജിലൊക്കെ ഓരോ കുട്ടികളും മത്സരിക്കുമ്പോ ഞാനിങ്ങനെ അത് കണ്ടിട്ട് എനിക്കും അങ്ങനെ കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ പാട്ട് പാടുന്നതും ഒക്കെ അറിയായിരുന്നു. കുറച്ചൊക്കെ പാട്ട് പാടാനുള്ള, കുറച്ച് ഡാൻസ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയും ആരും ഒന്നും സപ്പോർട്ട് ചെയ്യാനോ. ഒരു 10-15 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പാട്ട് പഠിക്കണം എന്ന് ആഗ്രഹമായിട്ട് ഒരു ടീച്ചറെ അടുത്ത് പോവാതെ എന്നപ്പോ പറഞ്ഞു, ഈ പ്രായത്തിലൊക്കെ, ടീച്ചറല്ല പറഞ്ഞു, അത് വേറെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറയുമ്പോ അവര് പറഞ്ഞു, ഈ പ്രായത്തിലൊന്നും അല്ല പാട്ട് പഠിക്കേണ്ടത്, അതൊക്കെ ചെറുപ്പത്തിലേ പഠിച്ചു വരേണ്ടതാണ്. അങ്ങനെ പഠിച്ചാലാണ് അതിന്റെ ഒരു എന്താ പറയാ ശരിയായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ആക്കി നിരുത്സാഹപ്പെടുത്തില്ലേ. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാനാണ് മ്യൂസിക് ക്ലാസ്സിന്, അവരുടെ ഡാൻസ് ക്ലാസ്സിന് ഒക്കെ വിട്ടത്. ഒരു പക്ഷെ ചെറുപ്പത്തിലേ പഠിച്ചിരുന്നെങ്കിൽ കുറച്ച് കഴിവുകളും കൂടി ഉണ്ടായിരുന്നേനെ. ഇപ്പൊ ഈ പ്രായത്തിലാണ് ഇപ്പൊ മ്യൂസിക്കും ഡാൻസും ഒക്കെ പഠിക്കുന്നത്. ഇപ്പോഴെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തുണ്ടെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സത്യത്തില് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചല്ല കേട്ടോ. അതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾ ടീച്ചറുടെ പ്രായം കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കൊണ്ട് വിമർശിക്കേണ്ടതെന്ന് ചോദിച്ചു. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പലരും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തുകൂടെയും ചോദിച്ചു. കാരണം പലരും ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ചെയ്തുകൂടെ ചോദിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. അത് മാത്രമല്ല, ആ ടീച്ചർ നമ്മൾ ആ മീഡിയയോട് പറഞ്ഞ ആ ഒരു മറുപടി നമുക്ക് ഭയങ്കരമായിട്ട് വിഷമായി. കാരണം അത് തന്നെയാണ്. കാരണം എന്റെ മോളൊക്കെ വന്നിട്ട് ചോദിച്ചു, എന്താ വെച്ചാ ആന്റി പറയണെന്ന് ചോദിച്ചു. എന്റെ മോളൊക്കെ കുറച്ച് കളർ കുറവുള്ള കുട്ടിയാണ്. അപ്പൊ അവര് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് ഭയങ്കര ഇങ്ങനെ കേട്ടപ്പോ എന്താ പറയണ കറുത്ത കുട്ടികൾക്ക് ഞങ്ങൾക്ക് വിഷമം. അവർക്കറിയില്ല കറുത്ത കുട്ടികളെ മാറ്റി നിർത്തുന്ന കാര്യം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലും അങ്ങനെ ഒരു കോംപ്ലക്സ് വരും. കേൾപ്പിച്ചു കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ നിർത്തില്ല നമുക്ക്. ഈ ഒരു ചെറിയ കാര്യം പറയാനായിട്ട് ഞങ്ങൾ വന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും